ഞാൻ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളില്ലേ, ഇത് കൃത്യമായി പഠിക്കുന്ന ഏതൊരാൾക്കും ഇംഗ്ലീഷിലെ ഏത് ടോപ്പിക്കും നിഷ്പ്രയാസം പഠിച്ചെടുക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഈ കുഞ്ഞു ഭാഗത്തിലൂടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുക. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, ഒരു കാര്യം മറക്കണ്ട, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മൾ ഈ എപ്പോഴും ഇംഗ്ലീഷിലെ സെന്റൻസുകളൊക്കെ കാണുമ്പോഴേ ആ സെന്റൻസിനകത്ത് നമ്മൾ വെർബുകളൊക്കെ കാണും. അപ്പോ എന്താണ് വെർബ് എന്നും വെർബുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കണമെന്നും നോക്കാം. എന്താണ് വെർബ്? മക്കളെ, നിങ്ങൾക്കറിയാം വെർബിന്റെ മലയാളം എന്ന് പറയുമ്പോൾ ക്രിയ എന്നാണല്ലോ. വെർബ് അഥവാ ക്രിയ. സാധാരണ നമ്മൾ ഒരു സെന്റൻസിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വാക്കുകളെ വെർബ് അഥവാ ക്രിയ എന്ന് പറയാറുണ്ട്. അവിടെ തന്നെ നമുക്ക് ഓർത്തു വയ്ക്കാം, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് സാധാരണ ക്രിയകൾ അഥവാ വെർബുകൾ എന്നറിയപ്പെടുക. പക്ഷെ നമ്മൾ ഇന്നിവിടെ അതിനോടൊപ്പം ചില കുഞ്ഞു കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അവസ്ഥയുമായി ബന്ധപ്പെട്ടതും ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടതുമായ വാക്കുകളെയും നമ്മൾ ക്രിയ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഓർക്കുക, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതോ അവസ്ഥയുമായി ബന്ധപ്പെട്ടതോ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടതോ ആയ വാക്കുകളെ നമ്മൾ വെർബ് അഥവാ ക്രിയ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവ ഓരോന്നിലും നമ്മൾ ആരെയൊക്കെയാണ് ഓർത്തു വെക്കേണ്ടത്? പ്രവൃത്തിയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. ഓടുക, ചാടുക, കുളിക്കുക, കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, പഠിക്കുക, നടക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളില്ലേ, ഇവയെല്ലാം വെർബിന് ഉദാഹരണങ്ങളാണ്. അതോടൊപ്പം നിങ്ങൾ 3 പേരെ കൂടി ചേർത്ത് പഠിക്കണം. ഡു, ഡസ്, ഡിഡ്. ഈ ഡു, ഡസ്, ഡിഡ് ഇവരെയും നമുക്ക് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വെർബുകളിൽ ഉൾപ്പെടുത്താം. ക്ലിയർ അല്ലേ? അപ്പോ ഡു, ഡസ്, ഡിഡിന് പ്രവൃത്തിയുമായി ബന്ധമുണ്ടെന്നും ഇവ വെർബുകൾക്ക് ഉദാഹരണമാണെന്നും ഓർക്കുക. ഇനി 2, അവസ്ഥയുമായി ബന്ധപ്പെട്ട വാക്കുകളും വെർബിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞല്ലോ. അവിടെ നമ്മൾ ആരെയൊക്കെ ഓർത്തു വയ്ക്കണം? 5 പേരെ മാത്രം നിങ്ങൾ ഓർത്താ മതി. ഈസാമാറും വാസ്വേറും. അപ്പൊ ഈസാമാറും വാസ്വേറും ഒക്കെ അവസ്ഥയുമായി ബന്ധപ്പെട്ട വെർബുകൾക്ക് ഉദാഹരണമാണ് എന്ന് ഓർക്കുക. ഇനി അവസാനമായി ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട വെർബുകളായി നമ്മൾ ആരെയൊക്കെയാണ് ഓർക്കേണ്ടത്? വെറും 3 പേരെ മാത്രം. ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതിന്റെ കൺക്ലൂഷനിലേക്ക് പോകാം. എന്താണ് വെർബ് അഥവാ ക്രിയ? പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതോ അവസ്ഥയുമായി ബന്ധപ്പെട്ടതോ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടതോ ആയ വാക്കുകളാണ് വെർബ് അഥവാ ക്രിയ. ഇതിൽ നമ്മൾ ആരെയൊക്കെ ഉൾപ്പെടുത്തണം? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയെല്ലാം ഉൾപ്പെടുത്തണം. അതോടൊപ്പം ഈസാമാറും വാസ്വേറും ഹാസ്, ഹാവ്, ഹാഡും ഡു, ഡസ്, ഡിഡും ഉൾപ്പെടുത്തണം. അപ്പോഴേ മക്കളെ, നമ്മളൊരു സെന്റൻസ് കണ്ടു, അതിലെ വെർബ് നമുക്ക് അപ്പൊ എങ്ങനെ കണ്ടെത്താം? ഒന്ന് ചിന്തിച്ചേ. നമ്മളൊരു സെന്റൻസ് കണ്ടു, ആ സെന്റൻസിലെ വെർബ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഒന്നാലോചിച്ചേ. എളുപ്പമല്ലേ? ഇത്രയും മാത്രം ചെയ്താൽ മതി. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം ഉണ്ടോ എന്ന് നോക്കണം. അതില്ലെങ്കിൽ ഈസാമാറോ വാസ്വേറോ ഹാസ്, ഹാവ്, ഹാഡോ ഡു, ഡസ്, ഡിഡോ ഉണ്ടോ എന്ന് നോക്കണം. എങ്കിൽ അതായിരിക്കും അവിടുത്തെ വെർബ്. ഓക്കെ, സെറ്റ് അല്ലേ?
അതായത് ഒന്നുകൂടി പറഞ്ഞു തരുന്നു, ഒരു സെന്റൻസിലെ വെർബ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമുണ്ടോ എന്ന് നോക്കണം. അതുണ്ടെങ്കിൽ അതായിരിക്കും സെന്റൻസിലെ വെർബ്. അങ്ങനെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദമില്ലെങ്കിലോ? ഞാനിപ്പോ പറഞ്ഞു തന്നില്ലേ 11 പേര്, അതിലൊരാളായിരിക്കും വെർബ്. ആ 11 പേർ ആരൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇവരിൽ ഒരാളും വെർബായിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ ഇനി നിങ്ങൾക്ക് അതിന്റെ വെർബ് കണ്ടെത്താൻ അറിയാം. നമ്മുടെ ഉദാഹരണം ഒന്ന് നോക്കിയേ. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ വെർബ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നിഷ്പ്രയാസം പറയും, ഇവിടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ആ പദമാണ് ഇവിടത്തെ വെർബ് എന്ന് നമ്മൾ പറയും അല്ലേ? ഏതാ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, അതെന്ന് പറയുന്നത് പ്ലേസ് അല്ലേ? അങ്ങനെ പ്ലേസ് എന്ന് പറയുന്ന ഈ ഒരു പദം ഇവിടത്തെ വെർബാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.